പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായ ഈ പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതം കൂടി കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതം എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതുമായി തീരട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ ഈ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവികമായ വിടുതലിനെ വെളിപ്പെടുത്തുന്ന ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലെ ആമേൻ അനുഗ്രഹീതമായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽ ദൈവം മഹത്വമെടുക്കുന്ന ഒരു പകലായി തീരട്ടെ. ആമേൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം അത് നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പകലായി ഈ പകലിനെ പരിശുദ്ധാത്മാവ് തീർക്കട്ടെ. ആമേൻ. ഈ സന്ദേശം കേൾക്കുന്ന, എന്നോടൊത്ത് പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലുകളെ മടക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഇന്ന് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യത്തെ കർത്താവ് തമ്പുരാൻ പകരുവാനിടയാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. നമ്മിൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ പ്രത്യേകത, ആ ശക്തിക്ക് അസാധാരണമായ ഒരു പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. നാം ചോദിക്കുന്നതിലും, നമ്മൾ ചോദിക്കുന്ന, നമ്മൾ യാചിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ചോദിക്കുന്നതിലും നമ്മൾ നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ലെവലിൽ ദൈവത്തിന് സ്തോത്രം അത് ചെയ്യുവാൻ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഈ നിമിഷം ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ വ്യാപരിക്കുവാനിടയാകട്ടെ. ആമേൻ. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തിൽ ആമേൻ ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിയെ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ പ്രാർത്ഥനയുമായി മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ആമേൻ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ആമേൻ, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ കൈമാറുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്. കർത്താവായ യേശുവേ, അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു വരണമേ. ജീവൻ്റെ ആത്മാവിനെ എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പകലാക്കി കർത്താവ് മാറ്റും. ഇന്ന് ഒരു വലിയ വിടുതലിൻ്റെ പകലാക്കി കർത്താവ് മാറ്റും. ഇന്ന് ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ പകലാക്കി കർത്താവ് മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ആമേൻ ഈ നിമിഷം ശക്തിയോടെ വ്യാപരിക്കുവാനിടയാവുകയാണ്. ശമനിയ ഹദുനിയ രഗദനിയ അൻബാര ഹേ മനാസിയധുനിയ രഗജൂദൽ റഹബാനിയശ്രീ ഹൗ ഷമാസിയന്ധനിയ രഗദനിയ. ദൈവകൃപ വ്യാപരിക്കുന്നു, അഭിഷേകത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഇന്ന് പകലിൽ നിന്നെ അലട്ടുന്ന ആകുലതയുടെ ആ ദുരാത്മ വ്യാപാര മണ്ഡലത്തെ പരിശുദ്ധാത്മാവ് ശാസിക്കുകയാണ്. ആമേൻ. ആകുലതകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ഉത്കണ്ഠതകൾ മാറട്ടെ. ആമേൻ. ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവന് എന്നെ സഹായിക്കുവാൻ കഴിയും, അവന് എന്നെ വിടുവിക്കുവാൻ കഴിയും. അവന് ഇന്ന് പകൽ ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന ആ ഉത്തമമായ ബോധ്യത്തോടെ ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വരുന്ന ഒരു നിമിഷമായി നിമിഷം മാറട്ടെ. ഹല്ലേലൂയ. രമണിയ ഹദുനിയ രഗദനിയ അൻബാർ ഹേ മനാസിയധുനിയ ഉരബലവ ശംസിയാദനി രഹസ്യ അർഘമാനിയ സൈധന രഹസ്യ ഉരബലവ ദുരമാന ഹസ്യദന രഗദനിയ അൻബാർ അബലവ സുയധുലരഘടകമനദന. ഇന്ന് പകലിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഒരു വലിയ അഭിഷേകം കർത്താവ് നിന്റെ മേൽ പകരുന്നു. ഒരു വലിയ നിയോഗം കർത്താവ് വെളിപ്പെടുത്തുന്നു. ആമേൻ. എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഈ നിമിഷം കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ പകരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഒന്ന് ബലപ്പെടട്ടെ, ബലപ്പെടട്ടെ. അഭിഷേകത്തിൽ ഒന്ന് ബലപ്പെടട്ടെ, ദൈവകൃപയിൽ ഒന്ന് ബലപ്പെടട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ശക്തി ശക്തമായി ഒന്ന് വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയുന്ന, രോഗക്കെട്ടുകൾ പൊട്ടുന്ന, ആമേൻ ആമേൻ ഒരു സാധ്യതയും ഇല്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ ആമേൻ മേഖലകളിൽ ദൈവികമായ സാധ്യതകൾ വെളിപ്പെടുന്ന ഒരു രാത്രിയായി, ഒരു പ്രഭാതമായി ഈ നിമിഷം മാറട്ടെ. ശമനിയ ഹദുനിയ രഗദനിയ അൻബാർ ഹേ മനാസുയധുനിയ രഗദനി അൻബാർ അബലവസുയധുലര ഘടകമനാദി ഉരബലവ ശംസി ഹധുനാരബൗധന. ഇന്ന് ഈ നിമിഷം ഒരു വലിയ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ കർത്താവ് പകരുകയാണ്. ഈ പകലൊരു ആത്മനിറവിൻ്റെ പകലാണ്. ഈ പകലൊരു ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന പകലാണ്. ആമേൻ. വലിയൊരു സമാധാനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പകലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഒരു വലിയ ദൈവ പ്രവൃത്തിയുടെ പകലാണ്. അവൻ നീ ചെയ്യാൻ പോകുന്ന കാര്യം സാധിക്കുന്ന പകലാണ്. അവൻ നിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ചില കൈപ്പത്തിയോളം പോന്ന അവൻ മേഘം അവൻ കാണുന്ന പകലാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. അവൻ തടസ്സവാദങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് ആമേൻ കർത്താവേ, അങ്ങയുടെ മക്കൾ ചെയ്യുന്ന കാര്യാദികളിലെല്ലാം, ഓരോ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കുവാൻ, വലിയ കൃപ വ്യാപരിക്കുവാൻ, വലിയ അഭിഷേകം വ്യാപരിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടയായി തീരേണ്ടതിനായി അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശതലറമനിയ സൈധ്വനിയ അൻബാർ ഹേ മനാസുയധുനിയ ഉരബലവ ശംസിയധ്വനിയ രഹമാനിയ രഗജൂദൽ റഹബാനിയ സൈദനി. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് ഈ പ്രഭാതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നന്മയ്ക്കും കുറവില്ലാത്ത അവൻ ദൈവിക അനുഗ്രഹം വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ അഭിവൃദ്ധി വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ വിടുതൽ വെളിപ്പെടുന്ന, അവൻ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന, അവൻ അന്യായ ബന്ധനങ്ങൾ അഴിയുന്ന
ഒരു പ്രഭാതമായൊരു പകലായി ഇന്ന് പകൽ മാറട്ടെ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വെളിപ്പെടുന്ന പകലാകട്ടെ, ഒരു വിടുതൽ വെളിപ്പെടുന്ന പകലാകട്ടെ, ഒരു വലിയ ബ്ലെസ്സിങ്ങിൻ്റെ ദിനമാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. ആമേൻ. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നു. ആമേൻ. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ആമേൻ. വിശ്വസിക്കുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽ ദൈവം സകലത്തെയും നിനക്ക് അനുകൂലമാകട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. God bless you all. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മക്കളെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പകൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പകലാകട്ടെ, ദൈവപ്രവൃത്തിയുടെ പകലാകട്ടെ, ദൈവിക കരുതലിൻ്റെ പകലാകട്ടെ. ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you all. ആമേൻ.